ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ? മഹർഷേ, എന്തേ പോലെ? അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്. അതോ 2-3 എറ്റാണോ? 10-40 വണ്ട് കൂടിയിട്ടല്ലേ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നത്? നശിപ്പിച്ച് ചോദിക്കാനുണ്ടോ? 10-40 വണ്ട് കൂടെ നശിക്കൂലേ? അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ, അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ പറഞ്ഞ് കൊളാക്കരുതോ. കുമാര, അനക്കീടായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാരെ തമ്മിൽ വർഗീയത പാടില്ല. മലബാറിൽ ഏത് മഹർജി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മഹർജിയൊന്നും വേണ്ട, ഞാൻ ദുഷ്യത്തിലായിക്കോളാം. നമുക്ക് ആ പാട്ടം നോക്കാം. പോട്ടെ, സാറിന് ക്ഷമിച്ചാലും സോറി പറഞ്ഞൂടെ? ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണ്ടോളെ പേര്? അവള് ഇതുവരെ എത്തിയില്ലേ? അവളെ തിരിഞ്ഞെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത്. അതിനെങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കക്കൂട്ടാന്റെ കാര്യം. ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാണ്. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അതെന്താ നിങ്ങൾ ഓരോ ക്ലാസ്സിലേക്കും ബെഞ്ചും കൂടെ കൊണ്ടുപോകാറുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. അള്ളാ, നമ്മളെ സുഖീനല്ലത്. എന്റെ കർത്താവ്, ഇത് ആകെ പ്രശ്നമാവല്ലോ. കർത്താവ് എന്നൊന്നും പറയരുതെന്ന് ഓർക്ക് മനസ്സിലാവൂലെന്ന്. എന്താ മാഷേ, പെണ്ണ് കാണാൻ പോണ്ടോ? ഇപ്പോഴേ മാഷേ, ഞാന് എന്റെ ഒരു സഹപ്രവർത്തകൻ നസ്രാണി മലയാള മാഷ. അയാൾ അച്ഛൻ കെട്ടി തൂങ്ങിച്ചത്ത്. അതിന്റെ 16 അടിയന്തരത്തിന് പോവുക. എന്തേ പോരണോ? പോരെ സൗഗന്ധിക പൂവ്. ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക്. 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലല്ലേ നിങ്ങൾ? ഇനി പോയി അവിടുന്ന്. അവിടേക്ക് അങ്ങോട്ടാ? ഞാൻ ആകാശത്തേക്ക്. അവിടുന്ന് നേരെ സൂര്യനിൽ ഒന്ന് പോകുന്നേ പോരണോ? ഒരു ആവശ്യമില്ലാണ്ട്. ഓ, കണ്ണി ചോരയില്ലാത്തവനെ, കണ്ണ് കൂളില്ലാത്ത എന്നെ രക്ഷിക്കണോ? എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ ധീരതക്കുള്ള അവാർഡ് എനിക്ക് വേണ്ട. വെള്ളത്തിന് നല്ല ടേസ്റ്റാ. കുടിച്ചോ, ഇഷ്ടംപോലെ കുടിച്ചോ. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യില്ല അച്ഛോ. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ, മാഷല്ലേ? അല്ല ടീച്ചർ, എന്റെ കാശിങ് തന്നെ. ഞാനിത് അവിടെ ഇവിടെ വരെ പുറകെ വരെയായിരുന്നു. തന്നോട് ആരായിരുന്നു എനിക്ക് എസ്കോർട്ട് തരാൻ? പിന്നെ താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതും താൻ വന്ന വണ്ടിയാ. അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ഓട്ടോ സ്റ്റാൻഡാ? എടുത്തു മാറ്റാ വണ്ടി. അതല്ലേ ചോദിക്കുന്നത്? എന്താ ഓട്ടോ സ്റ്റാൻഡാ? ഒന്ന് പിടിച്ച് മാറ്റുവാൻ ഞാൻ ഇപ്പൊ വരാം. കേട്ടോ, താനിത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക്? ആരെ കാണാന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പാടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ ഇറങ്ങി വാടാ തൊരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തൊരപ്പനുണ്ട്. എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായച്ചെന്നാണ്. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, 4 നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. 10,000 എന്തൊരു പൈസ എന്തേ തരുവാന്ന്? ഒന്ന് പോടോ മാപ്പിളെ. ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. എന്നാ സ്വന്തം മോളെ പാല് കുടിക്കേ. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ? ആ മുട്ട വെച്ചിട്ട് കൊടുക്കാൻ എന്റെ ബാപ്പോടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? ആ സിനിമ നിർത്തത്. ഇന്നിനി കളിയില്ല. ഞങ്ങളുടെ കാശും വാങ്ങിച്ച് പെട്ടിയിലിട്ടിട്ട് ഇന്നിനി കളിയില്ലെന്നോ? അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാൽ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താൽ മതി, അപ്പൊ ഷോ തുടങ്ങും. ആവശ്യമുണ്ട്. സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിക്ക് 18 വയസ്സ് അശ്വതി നക്ഷത്രം, സുന്ദരനും സൽസ്വഭാവിയുമായ വരനെ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ഭരതൻ പിള്ളയുടെ മോളുടെ കാര്യമല്ലേ? ഞാനിത് രാവിലെ തുടങ്ങിയല്ലോ ഒരു ഉണങ്ങിയ ട്യൂണും വെച്ചിട്ട് ഡൈയൊക്കെ മൂക്കുമ്പോലായിരുന്നു. ശരി, ആകെ തെറ്റി. ഈ സംഗീതം എന്നൊക്കെ പറയണത് ഒരു ജന്മവാസനയാ. ആ ലതാ മങ്കേഷ്കർ മോനല്ലേ മൂപ്പര്? അല്ല മാഷെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ മാഷ് വെറുതെ തോക്കിന്റെ ഇടയ്ക്ക് വെടിവെക്കാൻ. ആരാ വെടിവെച്ചേ? രാവിലെ തുടങ്ങി. അതെ, ഈ തോക്കും മറ്റതൊക്കെ എടുത്തൊരു ഭാഗത്ത് മാറ്റി വെക്കി. നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ? ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ടാഗോറാണെങ്കിൽ എനിക്കറിയാലോ. ആ ടാഗോർ മൂപ്പര് അമ്മോനാണല്ലോ. കവി എന്താ പറഞ്ഞേ?
ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമ്യം കിടക്കാന്ന്. ഒരു മോൾ ആരെങ്കിലും ഒലക്കപ്പുറത്ത് കിടക്കുന്ന മാഷ് കണ്ടിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കി നിങ്ങളാണ് ഉദാഹരണം പറഞ്ഞത്. ഒരു മോൾ എങ്ങനെ മാഷ ഒലക്കപ്പുറത്ത് കിടക്കുക? ഒലക്കയ്ക്ക് വീതി ഉണ്ടെങ്കിൽ കിടന്നു. രീതിയിൽ ഒലക്കല്ല കിടക്ക. കുറെ കാലം ഈ തൊഴിൽ ഉദാഹരണം കൊണ്ട് നടക്കണേ. നീ എന്താടാ ഇവിടെ? ഞാനിവിടെ കോടതിയിലെ ഒരു പ്രതിയുമായിട്ട് വന്നതാ. പ്രതി ഞാനാ, ചെങ്കോട്ട തങ്കപ്പൻ. നിന്റെ പേര് ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല ആളാ. എന്റെ ഇളയമ്മയുടെ കുഞ്ഞിന്റെ കാതുകുത്തിന് ഞാൻ കത്തയച്ചിട്ട് നീ വന്നില്ല. എന്താ അമ്മാവനും മരുമോനും കൂടുകൂടൂ? വന്നപ്പോ തുടങ്ങിയതാണ് ഇവന്റെ ഒരു തമാശ കളി. സന്തോഷം തലിക്കാനായിട്ട് ഒരു കളി ഒറ്റടിച്ചിട്ട് പാടും. നമ്മളിപ്പോഴും ചെറുപ്പാണെന്ന് അവരൊക്കെ വിചാരേ. അല്ല അപ്പൊ ആളെ മനസ്സിലായില്ല. ഞാൻ പ്രസിഡന്റ്. എന്തിന്റെ? പഞ്ചായത്തിന്റെ